മൗനസഞ്ചാരിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഈ 5 തരം ആളുകളെ നിങ്ങൾ മനസ്സിലാക്കി ഇരുന്നാൽ ഈ കൂട്ടർ കാരണം സ്വന്തം ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാകാൻ സാധ്യത കാണില്ല എന്നുള്ളതാണ്. നിങ്ങളോട് എത്ര സ്നേഹത്തോടെ പെരുമാറിയാലും ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത 5 തരം ആളുകൾ. ഒന്നാമത്തെ കൂട്ടർ, നിങ്ങൾ ഒരു ഉപകാരം ചെയ്തു കൊടുക്കുമ്പോൾ മാത്രം അടുത്തു കൂടുന്നവർ. ഇത്തരത്തിലുള്ള ആളുകൾ സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാൻ മാത്രം അടുത്തുകൂടും. നിങ്ങളെ സ്നേഹിക്കും. അവരുടെ ആവശ്യം കഴിയുമ്പോൾ നിങ്ങൾ ചെയ്തു കൊടുത്ത സഹായങ്ങളെ പോലും മറന്ന് നിങ്ങൾക്ക് എതിരെ നിൽക്കും. അവസാനം ചിലപ്പോൾ നിങ്ങൾ ഉപകാരം എന്ന മട്ടിൽ അവർക്ക് ചെയ്തു കൊടുത്ത ഒരു സഹായം നിങ്ങൾക്ക് തന്നെ ഒരു ഉപദ്രവം ആയെന്നും വരാം. അതുകൊണ്ട് മറ്റൊരാൾക്ക് ഒരു സഹായം ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ അത് നിങ്ങൾക്ക് പിന്നീട് ഒരു തലവേദന ആയി മാറാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ഈ കൂട്ടരെ ഒഴിവാക്കാൻ ശ്രമിക്കണം. ഇവർക്ക് നിങ്ങളോട് ഒരു ആത്മാർത്ഥതയും ഇല്ല എന്നുകൂടി മനസ്സിലാക്കുക. അവർക്ക് അവരുടെ കാര്യം കാണണം. എങ്ങനെയും അത്തരത്തിലുള്ള ആളുകളെ തുടക്കത്തിലെ തന്നെ ഒഴിവാക്കാൻ പഠിക്കുക. 2, നിങ്ങളെ കുറെ കാലം അപമാനിച്ച് നടന്നിട്ട് പിന്നീട് സൗഹൃദമാകുന്നവർ. കാരണം നിങ്ങളെ കുറെ കാലം കളിയാക്കി നടന്നതിന് ശേഷം പിന്നീട് നിങ്ങളോട് അടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ അവർക്ക് നിങ്ങളെ കൊണ്ടുള്ള എന്തെങ്കിലും ഒരു കാര്യസാധ്യം കാണും. അതുമല്ലെങ്കിൽ നിങ്ങളുടെ നീക്കങ്ങളും രഹസ്യങ്ങളും അറിയാനുള്ള അവരുടെ ആകാംക്ഷയാണ് നിങ്ങളോട് അടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ഓർമ്മിക്കുക, ഒരു കാരണവുമില്ലാതെ ഒരു കാലത്ത് നിങ്ങളെ അപമാനിച്ചിട്ട് അടുത്തു കൂടുന്നവർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവരെ കണ്ണുമടച്ച് വിശ്വസിക്കാതിരിക്കുക. നിങ്ങളോട് സഹകരിക്കുന്നവരോട് നിങ്ങളും നന്നായി സഹകരിക്കുക. പക്ഷേ ആവശ്യമില്ലാതെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ആരോടും തന്നെ ഷെയർ ചെയ്യാതിരിക്കുക. 3, നിങ്ങൾ എന്ത് ചെയ്താലും അംഗീകരിക്കാത്തവർ. ചില ആളുകളോട് നമ്മൾ ഒരു വിജയം നേടിയത് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും പോരായ്മയുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മയുണ്ടോ, ഇതാണ് അവർ ചിന്തിക്കുന്നതും ഓർത്തെടുക്കുന്നതും നിങ്ങളോട് പറയുന്നതും. അല്ലാതെ ഒരിക്കലും നിങ്ങൾ നേടിയ വിജയത്തെ എന്നല്ല, നിങ്ങളെ തന്നെ മനസ്സ് തുറന്ന് അവർ അംഗീകരിക്കില്ല. ഇത്തരക്കാരുടെ പെരുമാറ്റത്തിലും വാക്കുകളിലും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോകരുത്. മുന്നോട്ട് പോവുക. നിങ്ങളുടെ വിജയങ്ങളിലൂടെ അവരെ അംഗീകരിപ്പിക്കാൻ ശ്രമിക്കുക. 4, എല്ലാവരുടെയും കുറ്റങ്ങൾ നിങ്ങളോട് വന്ന് പറയുന്നവരെ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ കൂട്ടർ മറ്റെല്ലാവരെയും വെറുക്കുന്നു, നിങ്ങളെ മാത്രം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന്. സത്യത്തിൽ നിങ്ങളുടെ മനസ്സ് അറിഞ്ഞ് രഹസ്യങ്ങൾ മനസ്സിലാക്കി മറ്റുള്ളവരോട് പോയി പറയാനാണ് അത്തരം ആളുകൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ നിങ്ങളോട് വന്ന് പറയുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കുറ്റങ്ങളും ഇക്കൂട്ടർ മറ്റുള്ളവരോട് ചെന്ന് പറയും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഈ കൂട്ടരോട് ഉള്ള സഹകരണം കഴിവതും പിണക്കമില്ലാത്ത രീതിയിൽ ഒഴിവാക്കാൻ ശ്രമിക്കുക. 5, നിങ്ങളുടെ മനസ്സിനെ ഒരു കാരണവുമില്ലാതെ ഒത്തിരി വേദനിപ്പിച്ചവരെ. ചില ആളുകൾ അവരുടെ സാഹചര്യത്തിന് അനുസരിച്ചാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത്. അതായത് അവർ ഒരു പ്രശ്നത്തിലായി മനസ്സ് വിഷമിക്കുമ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത അവരുടെ കൂടെ സഹകരിക്കുന്നവരെ കൂടി വേദനിപ്പിക്കാൻ അത്തരം ആളുകൾ നോക്കും. ഇത്തരക്കാരെ മനസ്സിലാക്കി വയ്ക്കുക. അതായത് നിങ്ങളെ മനസ്സിലാക്കാതെ സംസാരിക്കുന്നവരാണ് നിങ്ങളോട് അടുപ്പമുള്ളവർ തന്നെ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരോട് മനസ്സുകൊണ്ട് ഒരു അകലം വെച്ച് പെരുമാറുക. ജീവിതത്തിൽ നമ്മളുടെ ചുറ്റുപാടുള്ളവരുടെ സ്വഭാവങ്ങൾ കൂടി നമ്മളുടെ ഒരു ദിവസത്തെ മനസമാധാനത്തിൽ ഒരു പങ്ക് വഹിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. അതുകൊണ്ട് ആളുകളെ അറിഞ്ഞു പെരുമാറുക.
മറ്റൊരാളുടെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അതിന് അനുസരിച്ച് അവരോട് പെരുമാറാനും പഠിക്കുക. അങ്ങനെയെങ്കിൽ മറ്റുള്ളവർ മൂലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് തന്നെ ഒഴിവാക്കാവുന്നതാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി എഴുതുക. അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.